99.69% ഈ വർഷത്തെ SLC വിജയം. മുൻവർഷം 99.7% വിജയം. 0.01% കുറവ് മാത്രമാണ് ഇത്തവണ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. പരീക്ഷ എഴുതിയവരിൽ 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ വർഷം ഇത് 68,604 പേരായിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയാണ് ഒന്നാമത്. 4,934 വിദ്യാർത്ഥികളാണ് A+ നേടിയത്. കഴിഞ്ഞ വർഷവും മലപ്പുറം തന്നെയായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയ ശതമാനം 99.69%. 0.01% കുറവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. SSLC പരീക്ഷയിൽ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം 99.92%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 99.08%. ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള റവന്യൂ ജില്ല കോട്ടയമാണ്. 99.92% വിജയശതമാനം. അതേസമയം ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലാണ്. 99.08%. ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള വിദ്യാഭ്യാസ ജില്ല പാലയാണ്. 100% ഇവിടുത്തെ വിജയം. അതേസമയം ഏറ്റവും കുറവ് വിജയശതമാനമുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങലാണ്. 99%. സംസ്ഥാനത്ത് 2,474 സ്കൂളുകൾ 100% വിജയം നേടി. കഴിഞ്ഞ വർഷം ഇത് 2,581 ആയിരുന്നു. 892 സർക്കാർ സ്കൂളുകളും 100% വിജയം കരസ്ഥമാക്കി. മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് അർഹരാക്കിയ വിദ്യാലയങ്ങളുടെ ആകെ എണ്ണം കഴിഞ്ഞ വർഷം 2,581 ആയിരുന്നു. ഈ വർഷം ആകെ 2,474. പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മപരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ 9/5/2024 മുതൽ 15/5/2024 വരെ ഓൺലൈനായി നൽകാവുന്നതാണ്. THSSLC പരീക്ഷയിൽ 2,944 പേർ പരീക്ഷ എഴുതിയതിൽ 2,938 പേർ വിജയിച്ചു. 99.8% വിജയശതമാനം. 534 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മപരിശോധന എന്നിവയ്ക്കായുള്ള അപേക്ഷകൾ ഈ മാസം 15 വരെ നൽകാം. സേ പരീക്ഷ മെയ് 28 മുതൽ ജൂൺ 6 വരെയാണ് നടക്കുക. ജൂൺ 2ാം വാരം പരീക്ഷാഫലം പ്രഖ്യാപിക്കും. 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാനുള്ള അവസരവുമുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.